രാജ്യത്തെ നടുക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ആകാശ ദുരന്തമായിരുന്നു ഇന്നലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:39 പറന്നുയർന്ന എയർ ഇന്ത്യയുടെ 171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം 1:45 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ മുകളിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. 242 പേരുണ്ടായിരുന്ന വിമാനത്തിൽ 241 പേർ മരണപ്പെട്ടു. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ വിമാന അപകടമായിരുന്നു ഇത്. 1996 നവംബർ 12-ന് സൗദിയ വിമാനവും കസാഖിസ്ഥാൻ വിമാനവും ഹരിയാനയിലെ ചാർക്കി ദാത്രിക്ക് സമീപം കൂട്ടിയിടിച്ച അപകടമായിരുന്നു ഏറ്റവും വലിയ ദുരന്തം. അന്ന് 349 പേർ മരണപ്പെട്ടിരുന്നു. കരയിലായാലും കടലിലായാലും ആകാശത്തിലായാലും ഇതിന്റെ ഒന്നിന്റെയും യഥാർത്ഥ നിയന്ത്രണം മനുഷ്യരുടെ കയ്യിലല്ല, സർവശക്തനായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. 8200 മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനായിരുന്നു സുമീത് സബർവാൾ. എന്നിട്ടും വിമാനം അദ്ദേഹത്തിന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആയതുകൊണ്ടാണ് യാത്രകളിലും തവക്കുലും ദുആഉം വേണമെന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഇദാ റഖബ റാഹിലത കബ്ബറ സലാസ, റസൂൽ വാഹനത്തിൽ കയറിയാൽ 3 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയുമായിരുന്നു. ശേഷം ഈ ദുആ പറയും: സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനം അധീനപ്പെടുത്തി തന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ الرجل من بيته فقال بسم الله توكلت على الله لا حول ولا قوة إلا بالله, റസൂൽ പറയുന്നു, ഒരാൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ യുഖാലു ഹീനഇദിൻ ഹുദീത വകുഫീത വഖീത, അപ്പോൾ പറയപ്പെടും, നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു, നീ മതിയാക്കപ്പെട്ടിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിശാച് അവനെ തൊട്ട് അകന്നു പോവുകയും ചെയ്യും.